പ്രധാനപ്പെട്ട കാര്യം ചഞ്ചൽകുമാർ ജൻസൂരാജിന്റെ നേതാവാണ്. ചഞ്ചൽകുമാറിനെ നിർത്തി യുവ നേതാവൊക്കെയാണ്. പക്ഷേ ഒരു തരത്തിലുള്ള ചലനവും രാഘവപൂർ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ ചഞ്ചൽകുമാറിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. കാരണം 494 വോട്ടുകൾ മാത്രമാണ് ചഞ്ചൽകുമാർ ആ മണ്ഡലത്തിൽ നേടിയതെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അതായത് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന ബലിറാം സിംഗ് 518 വോട്ടുകൾ നേടിയ സമയത്താണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചഞ്ചൽകുമാർ നിർത്തുമ്പോൾ അല്ലെങ്കിൽ പ്രശാന്ത് കിഷോർ ഒരുപക്ഷെ മത്സരിക്കുമെന്ന് പറഞ്ഞ മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ പ്രശാന്ത് കിഷോർ വരുന്നില്ല, പകരം ചഞ്ചൽകുമാർ വന്നു എന്നത് മാത്രമാണ് പ്രശ്നം. പക്ഷേ അങ്ങനെ വന്നാലും കാര്യമായ അത്ഭുതങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ ഘട്ടത്തിലുള്ള ഫലം വ്യക്തമാകും, അല്ലെങ്കിൽ ഈ ലീഡ് നില സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇനി എത്ര വോട്ടുകൾക്കിത് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. കോൺഗ്രസിന്റെ സീറ്റിൽ ഗണ്യമായ കുറവുണ്ട്. 5 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോഴും കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. CPIML അതിനേക്കാൾ മുകളിലേക്ക് എത്തുന്നു. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കനലൊരു തരി എന്നതിനപ്പുറത്തേക്ക് 2 തരി എന്ന നിലയിലേക്ക് CPM എത്തിയിരിക്കുന്നു. 2 സീറ്റുകളിൽ CPM ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ തവണയും CPM 2 സീറ്റിൽ വിജയിച്ചതാണ്. ഇത്തവണയും അതേ 2 സീറ്റിൽ CPM ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ കണക്ക് വ്യക്തമാക്കുമ്പോൾ കോൺഗ്രസ് 5, CPM പോലും 2ലേക്ക് എത്തുന്നു, കോൺഗ്രസ് 5ലേക്ക് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എവിടെയാണ് മഹാസഖ്യത്തിന് പിഴച്ചത്? ഇടത് പാർട്ടികൾ ആകെ 9 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. CPI ഇപ്പോഴും 1 സീറ്റിലും ലീഡ് ചെയ്യുന്നില്ല എന്നുള്ളത് കൂടി എടുത്തു വായിക്കണം. കാരണം ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇടത് പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ സീറ്റിനായി വാശി പിടിച്ചതും തർക്കങ്ങളിൽ ഏർപ്പെട്ടതും CPI ആയിരുന്നു. കൃത്യമായി സീറ്റ് വേണമെന്ന നിലപാടെടുത്തു. 6 സീറ്റിൽ ലഭിച്ചേ മതിയാകുന്ന ഒരു നിലപാടൊക്കെ എടുത്തതാണ്. പക്ഷേ അവിടെ ഒറ്റ സീറ്റിൽ ലീഡ് ചെയ്യാൻ CPIക്ക് കഴിയുന്നില്ല. പക്ഷേ അതേസമയം CPM 4 സീറ്റ് മതിയെന്ന നിലപാട് സ്വീകരിച്ചു. 4 സീറ്റിൽ തന്നെ മത്സരിക്കുമെന്ന് വ്യക്തമാക്കി. അതിൽ 2 സീറ്റിൽ അവർ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ അപ്പോൾ കോൺഗ്രസിന് നോക്കൂ, CPIML 7 സീറ്റിൽ ലീഡ് ചെയ്യുന്നു, കോൺഗ്രസ് 5 സീറ്റിലേക്ക്. CPIML സംബന്ധിച്ച 5 സീറ്റിന്റെ കുറവ് 2020 അപേക്ഷിച്ചുണ്ട്. കാരണം 12 സീറ്റിൽ വിജയിച്ച പാർട്ടിയാണ്, 19 മത്സരിക്കുന്നു. വലിയ സ്ട്രൈക്ക് റേറ്റ് മഹാസഖ്യത്തെ സംബന്ധിച്ച് ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ല. പക്ഷേ കോൺഗ്രസിന് മുകളിൽ അവർ അപ്പോഴും ഉണ്ട്. കാരണം 63 സീറ്റിൽ മത്സരിച്ചതാണ് കോൺഗ്രസ്, അവിടെ 5 സീറ്റാണ്. ഇവിടെ 19 സീറ്റിൽ മത്സരിച്ചതാണ്, അതിവിടെ 20 സീറ്റിൽ മത്സരിച്ചു. അതിപ്പോൾ 7 സീറ്റിൽ ലീഡ് ഉണ്ടാക്കാൻ കഴിയുന്നു. അത് വലിയ നേട്ടമായി തന്നെ വിലയിരുത്താം. 50 സീറ്റ് എന്ന തരത്തിൽ തന്നെയാണ് മഹാസഖ്യത്തിന്റെ ലീഡ് നില.